ഗസയിലെ പലസ്തീനികളെ ആഫ്രിക്കൻ രാജ്യമായ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കാൻ ഇസ്രയേൽ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. വർഷങ്ങളായി രാഷ്ട്രീയ വംശീയ അസ്ഥിരത നിലനിൽക്കുന്ന രാജ്യമാണ് ദക്ഷിണ സുഡാൻ. യുദ്ധം നാശം വിതച്ച ഈ രാജ്യത്തേക്ക് പലസ്തീനികളെ ബലമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള ഈ നീക്കം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉയർത്തുന്നതിനോടൊപ്പം അന്താരാഷ്ട്ര നിയമലംഘനമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. കഴിഞ്ഞ മാസം ഇസ്രായേൽ സന്ദർശിച്ച ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി സെമിയ കുംബയുമായി ഇക്കാര്യത്തിൽ പ്രാഥമിക ചർച്ച നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ അറിയാം. ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇരുപത്തിരണ്ട് മാസമായി തുടരുന്ന ഇസ്രായേലിന്റെ സൈനിക നടപടികളിൽ ഗസ നിവാസികൾ നേരിടുന്നത് കടുത്ത മാനുഷിക പ്രതിസന്ധികളാണ്. 90% ജനങ്ങളും ഭവനരഹിതരാണ്. ശുദ്ധജലം ലഭിക്കുന്നത് 10-ൽ ഒരാൾക്ക് മാത്രം. പോഷകാഹാരക്കുറവ് മൂലം മരിച്ചത് 127 പേരാണ്. ഇതിൽ 100 കുട്ടികളാണെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നു. ഇതിനിടെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഗസയിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതിയുമായി രംഗത്തെത്തുന്നത്. ഗസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ ഏതാനും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടതായി ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി സെമിയ കുംബയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നെതന്യാഹു പറഞ്ഞിരുന്നു. ഈ ആശയം ആദ്യം അവതരിപ്പിച്ചത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഫെബ്രുവരിയിൽ അദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ചെങ്കിലും പിന്നീട് പിന്മാറിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജൂലൈയിൽ ദക്ഷിണ സുഡാൻ വിദേശകാര്യമന്ത്രി മണ്ടേ സെമായ കുംബ ഇസ്രായേലിലേക്ക് സന്ദർശനം നടത്തിയപ്പോഴാണ് ഈ ചർച്ചകൾക്ക് തുടക്കമായത്. ഗസയിൽ നിന്നുള്ള പലസ്തീനുകളെ ദക്ഷിണ സുഡാനിൽ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഇതു സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ നെതന്യാഹുവോ വിദേശകാര്യ വകുപ്പോ തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി ദക്ഷിണ സുഡാൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി. ഗസയിൽ നിന്നുള്ള പലസ്തീനികളെ രാജ്യത്തേക്ക് ബലമായി മാറ്റിപ്പാർപ്പിക്കുന്നതിനെക്കുറിച്ച് ഇസ്രായേലുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. നിരവധി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പലസ്തീനികളെ ബലമായി മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഇതിനോടകം തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബലപ്രയോഗത്തിലൂടെയുള്ള കുടിയിറക്കലും വംശീയ ശുദ്ധീകരണവുമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വലതുപക്ഷ മന്ത്രിമാരാണ് പ്രധാനമായും ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രായേൽ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഷാരൻ ഹാസ്കൽ ഓഗസ്റ്റിൽ ദക്ഷിണ സുഡാൻ തലസ്ഥാനമായ ജൂബ സന്ദർശിച്ചപ്പോൾ ഈ ചർച്ചകൾ പലസ്തീനികളുടെ പുനരധിവാസത്തെക്കുറിച്ചല്ല, മറിച്ച് വിദേശനയം, മാനുഷിക പ്രതിസന്ധി, ദക്ഷിണ സുഡാനിലെ യുദ്ധം എന്നിവയെക്കുറിച്ചായിരുന്നുവെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഗസയിൽ നിന്നുള്ളവർ സ്വമേധയാ ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നെതന്യാഹു ആവർത്തിക്കുകയാണ്. യുദ്ധ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ പോകാൻ അനുവദിക്കുക, പിന്നീട് ശത്രുക്കളെ ശക്തമായി നേരിടുക എന്നതാണ് ശരിയായ കാര്യമെന്ന് ഇസ്രായേലി TV ചാനലായ I24 നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞിരുന്നു. പലസ്തീനികളും മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര സമൂഹവും ഈ പദ്ധതിയെ ശക്തമായി എതിർക്കുന്നുണ്ട്. 1948-ലെ നക്ബ ആവർത്തിക്കപ്പെടുമെന്നാണ് ആശങ്ക. ദക്ഷിണ സുഡാൻ 2011-ൽ സ്വാതന്ത്ര്യം നേടിയ ശേഷം ആഭ്യന്തര യുദ്ധവും രാഷ്ട്രീയ അസ്ഥിരതയും മൂലം കടുത്ത പ്രതിസന്ധിയിലാണ്. 4 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട യുദ്ധം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ക്ഷാമത്തിന് കാരണമായി. 11 ദശലക്ഷം ജനസംഖ്യയുള്ള ഈ രാജ്യം അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിച്ചാണ് ഇപ്പോൾ നിൽക്കുന്നത്. ട്രംപ് ഭരണകൂടം വിദേശ സഹായം വെട്ടിക്കുറച്ചതോടെ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. ഇതിനോടകം സുഡാനിലെ യുദ്ധം മൂലമുള്ള അഭയാർത്ഥികളെ ദക്ഷിണ സുഡാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടേക്കാണ് ഗസയിലെ മനുഷ്യരെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്. പലസ്തീനികളെ, പ്രത്യേകിച്ച് മുസ്ലിം അറബ് പശ്ചാത്തലമുള്ളവരെ പുനരധിവസിപ്പിക്കുന്നത് ദക്ഷിണ സുഡാന്റെ ക്രിസ്ത്യൻ ആനിമിസ്റ്റ് ജനവിഭാഗവുമായി സംഘർഷത്തിന് കാരണമാകുമെന്ന് സിവിൽ സൊസൈറ്റി നേതാവ് എഡ്മൺ യക്കാനി മുന്നറിയിപ്പ് നൽകി. ദക്ഷിണ സുഡാൻ ജനങ്ങളെ വലിച്ചെറിയാനുള്ളൊരു സ്ഥലമാക്കി മാറ്റരുതെന്നും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ആളുകൾ വിലപേശലിന്റെ ഉപകരണമായി സ്വീകരിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലുമായുള്ള ഈ ചർച്ചകൾ ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും US-ന്റെ യാത്രാവിലക്കും ചില ദക്ഷിണ സുഡാൻ നേതാക്കൾക്കെതിരായ ഉപരോധവും നീക്കം ചെയ്യാനുമുള്ള ഒരവസരമായി കാണുന്നതായി ദക്ഷിണ സുഡാനുമായി പ്രവർത്തിക്കുന്ന ഒരു US ലോബിയിങ് സ്ഥാപനത്തിന്റെ സ്ഥാപകനായ ജോസ് ലാബിക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടകം ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമായി 8 വ്യക്തികളെ ദക്ഷിണ സുഡാൻ സ്വീകരിച്ചിരുന്നു. ഇത് US-ഉമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ദക്ഷിണ സുഡാന് പുറമെ ഇസ്രായേലും US-ഉം സുഡാൻ, സൊമാലിയ, സൊമാലിലാൻഡ് എന്നിവിടങ്ങളിലുമായി സമാനമായ ചർച്ചകൾ നടത്തിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചർച്ചകളുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2025 മാർച്ചിൽ സൊമാലിയയും സൊമാലിയലാൻഡും ഇത്തരം നിർദ്ദേശങ്ങൾ നിരസിച്ചതായും പ്രസ്താവിച്ചിരുന്നു.
പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്നതിനെ ഈജിപ്തും ശക്തമായി എതിർക്കുന്നുണ്ട്. ഇസ്രായേൽ ദക്ഷിണ സുഡാനുമായി നടത്തുന്ന ചർച്ചകളെക്കുറിച്ച് മാസങ്ങളായ അറിവുണ്ടെന്നും ഈ നീക്കത്തെ തടയാൻ ശ്രമിക്കുന്നതായും ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. തങ്ങളുടെ പ്രദേശത്തേക്ക് അഭയാർത്ഥികളുടെ ഒഴുക്കുണ്ടാകുമോ എന്ന ഭയവും ഈജിപ്തിനുണ്ട്. പലസ്തീനികളെ നാടുകടത്താനുള്ള ഏത് പദ്ധതിയെയും എതിർക്കുമെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ഹമാസ് പ്രതികരിച്ചിട്ടില്ല. യുഎസും ഒഴിഞ്ഞുമാറുകയാണ് ഉണ്ടായത്.